അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എന്റെ മുത്തുകളെ സ്വത്തുക്കളെ കരളുകളെ കുരുകളെ പഞ്ചായത്ത് കുഞ്ചുകളെ ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുന്നു. ഓണപരീക്ഷ ഇങ്ങ് എത്തിയിട്ടുണ്ട്. പഠിച്ചു തുടങ്ങാത്തവര് പഠിച്ചു തുടങ്ങുക. ഇനി വെറുതെ മേപ്പെട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ലാസ്റ്റ് പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞിട്ട് കണഗുണ വർത്തമാനം കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഒരു ചോദ്യം പിടിച്ചോളൂ, ഒരു സിമ്പിൾ ചോദ്യം. വേണം ഈ ചോദ്യത്തിലെ ഈ ചിത്രത്തിലെ എയും ബിയും എന്താന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ പാർട്സ് എ ആൻഡ് ബി. അപ്പൊ എ എന്ത് ബി എന്ത്. അപ്പൊ ആദ്യം ഈ ചിത്രം എന്താന്ന് പറയണം. ഇവിടെ ഇങ്ങനെ വിരല് പോലെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വില്ലസ്. എന്താ വിളിക്കുക? വില്ലസ്. അപ്പൊ ഇതാരാണ്? ഇത് വില്ലസ് ആണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ പിന്നെ എ എന്ത് ബി എന്ത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാം. വെയിറ്റ്. ഓക്കെ, അങ്ങനെ. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം. എ ബി എന്നീ ഭാഗങ്ങളിൽ ഓരോന്നിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്ന ലഘു പോഷകഘടകങ്ങളുടെ പേര് എഴുതുക. അതായത് ഈ എയും ബിയും അബ്സോർബ് ചെയ്യുന്ന സിമ്പിൾ ന്യൂട്രിയൻസ്, അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യണം? നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ ആദ്യം എയും ബിയും എന്താണെന്നുള്ളത് അറിയണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? എയും ബിയും അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ കിട്ടുള്ളൂ, അല്ലെ? അത് ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. എടാ എ എന്താടാ? എ എന്താ ബുദ്ധി വെച്ച് പറയടാ. എടാ ഈ ചിത്രം വില്ലസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ചങ്ങായി ഇവനാണ് എ. ഇതിൽ കൂടി ഇങ്ങനെ പോകുന്ന എല്ലായിടത്തുള്ള ഈ ചങ്ങായിയാണ് ആര്? എ. ഇവന്റെ പേരാണ് ബ്ലഡ് കാപ്പിലറീസ്. എന്താണ്? ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള പേര്. ഓക്കെ, എന്നാൽ നടുവിൽ ഈ ഒറ്റക്ക് നിൽക്കുന്ന ചങ്ങായി അവന്റെ പേരാണ് ലാക്ടിയൽ. എന്താണ് പേര്? ലാക്ടിയൽ. പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ അത് ടെക്സ്റ്റ് ബുക്കിൽ നല്ല കളർഫുൾ പിക്ചറാ. അപ്പൊ നീല കളർ അത്, പച്ച കളർ ഇത്, അങ്ങനെയൊക്കെ പഠിച്ചു പോകും. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും. അപ്പൊ പെട്ടുപോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഈ നടുവിലുള്ള ഈ ചങ്ങായി ഉണ്ടല്ലോ, ഇവനാണ് ആര്? ലാക്ടിയൽ. നടുവിൽ ഇങ്ങനെ എല്ല് പോലെ ഇങ്ങോട്ട് എല്ല്, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു എല്ല്, അങ്ങനെ എല്ല് പോലെ കാണപ്പെടുന്ന ആ ചങ്ങായിയാണ് ആര്? ലാക്ടിയൽ. എല്ല്. ലൂസിഫർ എമ്പുരാനെ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ എമ്പുരാൻ അല്ലെങ്കിൽ ലൂസിഫർ ആലോചിക്കതാ. ഇവനാണ് ആര്? എല്ല് ലാക്ടിയൽ. ഓക്കെ, എന്നാൽ ഈ ചുറ്റരും കാണപ്പെടുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ആര്? ബ്ലഡ് കാപ്പിലറീസ്. അതൊക്കെ ബ്ലഡ് കാപ്പിലറീസ് ആട്ടോ. അതിങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കെട്ടിപ്പടഞ്ഞ് ഇങ്ങനെ എല്ലായിടത്തും കാണപ്പെടുന്നു. അതാണ് എന്ത്? ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തരോമികൾ. എന്നാൽ നടുവിൽ ഈ എല്ല് പോലെ കാണപ്പെടുന്ന ഈ ഒരു സാധനമാണ് എന്ത്? ലാക്ടിയൽ. അപ്പൊ എൽ ഈസ് ഈക്വൽ ടു ലാക്ടിയൽ എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. അപ്പോ എ എന്താണ്? രക്തലോമികൾ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ്. ബി എന്താണ്? ലാക്ടിയൽ അല്ലെങ്കിൽ ലാക്ടിയൽ തന്നെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സിമ്പിൾ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഇൻടു ഈച്ച് ദ പാർട്സ് ഓഫ് എ ആൻഡ് ബി. എയിലേക്കും ബിയിലേക്കും അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസിന്റെ പേര്, അല്ലെങ്കിൽ എയും ബി അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എ ആരാണ്? എ രക്തലോമികൾ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ്. അത് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം. ബി ആരാണ്? ലാക്ടിയൽ അല്ലെങ്കിൽ ലാക്ടിയൽ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഏത്? പറയൂ, സിമ്പിൾ ആണ്. എ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഏതാണെന്ന് ചോദിച്ചാൽ എ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികൾ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഏതെന്ന് ചോദിച്ചാൽ എഴുതിക്കോളൂ സുഹൃത്തുക്കളെ. 1 ഗ്ലൂക്കോസ്, 2 ഫ്രക്ടോസ്, 3 ഗാലക്ടോസ്. ഓക്കെ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് പ്ലസ് അമിനോ ആസിഡ്. ഈ 4 ന്യൂട്രിയൻസും ആരാണ് അബ്സോർബ് ചെയ്യുക? നമ്മൾ എ ആണ് അബ്സോർബ് ചെയ്യുക. അതായത് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികളാണ് അബ്സോർബ് ചെയ്യുക. എന്നാൽ അതേസമയം ബി ആരാണ്? ലാക്ടിയൽ എന്താ അബ്സോർബ് ചെയ്യുക? ലാക്ടിയൽ അബ്സോർബ് ചെയ്യുന്നതാണ് ഫാറ്റി ആസിഡും പ്ലസ് ഗ്ലിസറോൾ. ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഇത് മാറാതിരിക്കും ഐഡിയ പറഞ്ഞുതരാം. എന്റെ മുത്തുമണികൾ ഇങ്ങനെ ആലോചിക്കുക. ഇതൊരു ഫാറ്റ് ഗേൾ അല്ലേ? നല്ല തടിച്ചിട്ടുള്ള ഒരു ഫാറ്റ് ഗേൾ. ഞാൻ ആരാണ്? ബഹുമാനപ്പെട്ട ഫസിൽ അറക്കൽ. ഓക്കെ, എനിക്ക് ഈ ഫാറ്റ് ഗേളിനോട് ഭയങ്കര ലവ്. ഈ ഫാറ്റ് ഗേളിനോട് എനിക്ക് ഭയങ്കര ലവ്. കാതൽ, പ്യാർ, ഹുബ്, സ്നേഹം, ഇഷ്ക്, മൊഹബത്ത്, അതന്നെ ആ ലവ് ആണ് എനിക്ക് ഈ ഫാറ്റ് ഗേളിനോട്. അപ്പൊ ഫാറ്റ് എന്താണ്? ഫാറ്റി ആസിഡ്. പിന്നെന്താണ്? ഗേൾ എന്താണ്? ഗ്ലിസറോള്. പിന്നെ എനിക്ക് എന്താണ്? ലവ്. അപ്പൊ ലവ് എൽ ഈസ് ഈക്വൽ ടു ലാക്ടിയൽ. അപ്പൊ ലാക്ടിയൽ അബ്സോർബ് ചെയ്യുന്നത് എന്താണ്? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോള്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികൾ അബ്സോർബ് ചെയ്യുന്നത് എന്തായിരിക്കും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. ഞാൻ അങ്ങോട്ട് മാറില്ലല്ലോ. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി. എടാ ഈ ചിത്രം റീഡ്രോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? എന്നിട്ട് എന്താണ്? താഴെ 2 ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഈ ഹിന്റിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇത് കറക്റ്റ് ഏതാ പാർട്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ചിത്രം റീഡ്രോ ചെയ്യണം. തൽക്കാലം നമ്മൾ ചിത്രം റീഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, റീഡ്രോ ചെയ്യുന്നതിന് 1 മാർക്ക് ആട്ടോ. അത് നമ്മൾ ഓൾറെഡി ചെയ്തു എന്ന് വിചാരിക്കും. 1 മാർക്ക് കിട്ടി. ഓക്കെ, രക്ഷപ്പെടും. ഇനി ചോദ്യം ഇതാണ്. പല്ലിനെ കാഠിന്യമുള്ളതും നിർജീവമായതുമായ ഭാഗം. അതായത് കാഠിന്യമുള്ളത് പറഞ്ഞാല് ഹാർഡസ്റ്റ് പാർട്ട്, നിർജീവം എന്ന് പറഞ്ഞാല് നോൺ ലിവിങ്. അപ്പൊ പല്ലില് നോൺ ലിവിങ് ആയിട്ടുള്ളതും ഹാർഡസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഭാഗം ഏതാ?
ഹാർഡസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ആരായിരിക്കും ഇനാമൽ. ആരാണ്? ഇനാമൽ. അപ്പൊ എന്റെ ആൻസർ എന്താണ്? ഇനാമലാണ്. എന്റെ ആൻസർ എന്താണ്? ഇനാമലാണ്. ഇനാമലാണ് എന്ത്? നോൺ ലിവിങ് ടിഷ്യൂ, അല്ലെങ്കിൽ എന്താണ്? നിർജീവമായിട്ടുള്ള ആളാരാണ്? ഇനാമലാണ്. നിർജീവമായിട്ടുള്ള ആളാരാണ്? ഇനാമലാണ്. അല്ലെങ്കിൽ നോൺ ലിവിങ് ടിഷ്യൂ ആരാണ്? ഇനാമലാണ്. അപ്പൊ ഡെന്റൈൻ ആണ് എന്ത്? ലിവിങ് ടിഷ്യൂ. അത് ഞങ്ങൾക്ക് മാറും സാർ? മാറൂല സാർ. അതിന് വേറൊരു കോഡ് ഉണ്ട് സാർ, ഇതാ പിടിച്ചോ. എടാ നിങ്ങൾ എന്ത് ചെയ്യാറോ? ഇനാമൽ എന്താണ്? നോൺ ലിവിങ് ടിഷ്യൂ. ഡെന്റൈൻ എന്താണ്? ലിവിങ് ടിഷ്യൂ. ഇനാമൽ നിർജീവമായ കല, ഡെന്റൈൻ ജീവനുള്ള കല. അത് മാറാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇനാമൽ ചത്തു. ഇനാമൽ ചത്തു എന്ന് ആലോചിക്കുക. ഇനാമൽ ചത്താൽ നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇനാമൽ ചത്തു എന്ന് ആലോചിക്കുക. അപ്പൊ ഇനാമൽ എന്താണ്? നോൺ ലിവിങ് ടിഷ്യൂ, നിർജീവമായ കല. അങ്ങനെയെങ്കിൽ ഡെന്റൈൻ എന്തായിരിക്കും? ലിവിങ് ടിഷ്യൂ, അല്ലെങ്കിൽ ജീവനുള്ള കല. അത് കിട്ടി, അത് ഇനി മാറൂല. അപ്പൊ എന്താണ്? ഇനാമലാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ഇതെന്ത് ചെയ്യണം? പേരെഴുതി അടയാളപ്പെടുത്തണം. ഇവിടെ ഈ ചിത്രത്തിൽ എന്ത് ചെയ്യണം? എവിടെ ഇനാമൽ? ഈ ഏറ്റവും പുറത്തുള്ള വെള്ള ഭാഗം ഉണ്ടല്ലോ, ഹാർഡസ്റ്റ് പാർട്ട്, ഇതാണ് എന്ത്? ഇനാമൽ. അപ്പൊ ഇവിടെ നമുക്ക് A = ഇനാമൽ എന്ന് എഴുതാം. സെറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാ, കാൽസ്യം അടങ്ങിയ യോജക കല, അതായത് കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ. ഇതാ മാറി നിൽക്കൂ. കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ. കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ അതാരാണ്? കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ആരാ? പറഞ്ഞോളൂ. ഏറ്റവും ലാസ്റ്റത്തെ ചങ്ങായി ആരാണ്? സിമന്റം. ആരാണ്? സിമന്റം. അപ്പൊ ഈ ചിത്രത്തിൽ സിമന്റ് എവിടെ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ ബീന്റെ ആൻസർ നമ്മൾക്ക് കിട്ടി. ബീന്റെ ആൻസർ എന്താണ്? സിമന്റമാണ്. ബീന്റെ ആൻസർ എന്താണ്? സിമന്റമാണ്. പക്ഷെ സിമന്റ് എവിടെ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്താ ഈ ചിത്രത്തിൽ ഇത് ഇനാമൽ, ഇത് ഡെന്റൈൻ, പിന്നെ ഈ ഉള്ളിലുള്ള സാധനം പൾപ്പ്, ഏറ്റവും ലാസ്റ്റ് ഉള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് എന്ത്? സിമന്റമായിട്ട് വരുന്നത്. സിമന്റം. ഓക്കെ, സിമന്റം. അപ്പൊ സിമന്റം കറക്റ്റ് മെൻഷൻ ചെയ്തു. സിമന്റമാണ് ഒരു കണക്റ്റീവ് ടിഷ്യൂ, യോജക ഇലയാണ്. അതുപോലെ തന്നെ കാൽസ്യം കണ്ടെയ്നിങ് ആണ്. പല്ലിനെ മോണയിൽ പല്ലിങ്ങനെ പറിച്ച ഒരു സ്പേസ് ഉണ്ടാവില്ലേ, ആ മോണയിൽ, ആ സോക്കറ്റിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആളാണ് ആര്? സിമന്റം. ആരാണ്? സിമന്റം. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും, വില്ലസിന്റെ ആ ചോദ്യവും പല്ലിന്റെ ഈ ചോദ്യവും നല്ല അടിപൊളിയായിട്ട് മനസ്സിലായ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അടിച്ച് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഏതായാലും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഓക്കെ.